ഗാഥ മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. നവീന്റെ കൂടെ പോയിരിക്കുന്നോണ്ട് സിത്താര മാം ആകെ ടെൻഷനിലായിരിക്കും. മാം വിളിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ? നവീന്റെ ഫോണിലൊന്ന് വിളിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് സിനി. നവീൻ, ഗാഥ മാഡത്തിനൊന്ന് ഫോൺ കൊടുക്കൂ. അതിന് ഗാഥ എന്റെ കൂടെ ഇല്ലല്ലോ. നവീൻ, തമാശ കളിക്കല്ലേ? ഞാൻ കുറെ നേരിട്ട് ഗാഥ മാഡത്തിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. സിനി, ഞാൻ എന്റെ വീട്ടിലാ. നവീനൊപ്പം പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ ഗാഥ മാഡം ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഗാഥ എന്നെ വിളിച്ചിരുന്നു, ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോവാന്നും പറഞ്ഞു. പക്ഷേ ഞാൻ അയാളെ കാത്തുനിന്നിട്ട് അയാൾ വന്നില്ല. ഞാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന കരുതി ഞാൻ തിരിച്ചു പോന്നു. സിനി, ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? വേണ്ട നവീൻ. ഓക്കെ, എന്തെങ്കിലും വിവരം പറഞ്ഞാൽ എന്നൊന്ന് വിളിക്കും. ഓക്കെ. എവിടെ പോയതായിരിക്കും ഈ ഗാഥ മാഡം? ഹലോ. ഹലോ, തൻവി അല്ലേ? യെസ്. ഞാൻ നവീൻ ഗോപാൽ വർമ്മ. മനസ്സിലായോ? ഓ, മനസ്സിലായി. തൻ്റെ നമ്പർ എനിക്ക് ഗാഥ തന്നിരുന്നത്. അയാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തൻ്റെ കൂടെ ഉണ്ടാവാനാ ചാൻസ് എന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഇപ്പൊ ഗാഥയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഇന്ന് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ മുതൽ ഗാഥയുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. ഗാഥ വീട്ടിലുമില്ല. അയാൾ എവിടെയായിരിക്കുമെന്ന് തൻവിക്ക് വല്ല ഐഡിയ ഉണ്ടോ? എടോ, എല്ലാവരും നല്ല ടെൻഷനില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ചിരിച്ചത്. എന്റെ പൊന്നു മാഷെ, കുറെ ദിവസങ്ങളായില്ലേ നിങ്ങൾ ഒന്നിച്ചു നടക്കുന്നു. എന്നിട്ട് ഗാഥ ഇതുവരെ മനസ്സിലായില്ലേ? ഇത് അവളുടെ സ്ഥിരം പരിപാടിയാ. അവള് കുറെ നേരം എല്ലാവരും വട്ടം ചുറ്റിക്കും. എന്നിട്ടിതാ പടേന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സത്യത്തില് ഗാഥയെ വിളിച്ച് കിട്ടാതായപ്പോ ഞാനും ശരിക്കും ടെൻഷനായി. അതങ്ങ് വിട്ടേക്ക്. അവളിനി എന്തൊക്കെ കാണിക്കാൻ കിടക്കുന്നു. എന്നാ ഓക്കെ. ഓക്കെ.